ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ വിഷുവിൻ്റെ അവധിക്ക് നമ്മൾ തൃശ്ശൂർ ഒരു യാത്ര പോയിരുന്നു. ആ യാത്രയിലുടനീളം ടോയ് റിപ്പയറിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. 2-3 ദിവസം ഞങ്ങൾ താമസിച്ചിരുന്നത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള എമറാൾഡ് ഹോട്ടലിൻ്റെ സൈഡിലുള്ള മലബാർ റെസിഡൻസിയിലായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന അബ്ദുൾ മൂസിദാണ് ഈ ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പകൽ സമയത്ത് അദ്ദേഹത്തിന് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകേണ്ടതായതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ വണ്ടിയും കൊണ്ട് വന്നത്. രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കുമാണ് അബ്ദുൾ ഈ വണ്ടി കൊണ്ട് വന്നത്. തലേദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ഫോട്ടോസും കംപ്ലൈൻറ്റും ഒക്കെ ഞാൻ വാട്സാപ്പിൽ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തൊക്കെയാവാം കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു പ്ലാനിങ് ചെയ്തു വെച്ചിരുന്നു. വണ്ടി ശരിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മുമ്പ് അദ്ദേഹം തന്നെ ഒരു ബാറ്ററി മേടിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയ ബാറ്ററി ഒന്നും ആവശ്യം വന്നില്ല. ഇതിൻ്റെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ചാർജിങ് സോക്കറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ തലേദിവസം എനിക്ക് ഫോട്ടോ ഒക്കെ കിട്ടിയതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള ചാർജിങ് സോക്കറ്റൊക്കെ ഹോട്ടൽ റൂമിൽ നിന്ന് തന്നെ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിരുന്നു. അത് അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്തു. 20 ആംപിയറിൻ്റെ ഒരു പുതിയ ഫ്യൂസും റീപ്ലേസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ആക്സിലറേറ്റർ സ്വിച്ച് പോയതായിരുന്നു, അതും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പേ ആൻഡ് പാർക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി നോക്കി ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ ചേട്ടനും നിൽപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പേര് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് ആ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ 7:30 ആയപ്പോൾ തന്നെ സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ കിക്കിയും കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി 3 പേരും റൂമിൽ നല്ല ഉറക്കത്തിലാണ്. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ ചാർജിങ് സോക്കറ്റും ഫ്യൂസും വയറിംഗ് ഇഷ്യൂ എല്ലാം പരിഹരിച്ച് നമ്മൾ ഈ വണ്ടി റണ്ണിങ് കണ്ടീഷനാക്കി. എന്തായാലും നല്ല വെറൈറ്റി ഷേപ്പുള്ള ഒരു വണ്ടിയായിരുന്നു. വണ്ടി കളയാതെ ഇവർ റിപ്പയർ ചെയ്തെടുത്തത് എന്തുകൊണ്ടും നന്നായി. എൻ്റെ മോനെ കൊണ്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അവൻ്റെ സൈസിന് പറ്റിയ ഒരു വണ്ടിയല്ല, എന്നിരുന്നാലും നല്ല പവറും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. സ്പീഡ് മോഡുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.